ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിലെ ന്യൂമറിക്കൽസ് ആണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ ന്യൂ യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് ചോസൺ സച്ച് ദാറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് യൂണിറ്റി. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത് ഇൻ ടേംസ് ഓഫ് ദ ന്യൂ യൂണിറ്റ് ഇഫ് ലൈറ്റ് ടേക്സ് 8 minutes and 20 seconds ടു കവർ ദിസ് ഡിസ്റ്റൻസ്? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പം ആദ്യം നമുക്ക് സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് പുതിയ യൂണിറ്റിൽ കണ്ടുപിടിക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം യൂണിറ്റി ആണെന്ന്, അല്ലേ? അതിനർത്ഥം എന്താണ്? 1 യൂണിറ്റ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി എത്ര സമയമാണ് ലൈറ്റ് എടുക്കുന്നത്? 8 minutes 20 seconds ആണ് ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ടൈമിനെ എല്ലാം ഒരു യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എടുക്കുന്ന സമയം എത്രയാണ്? 8 minutes 20 seconds ആണ്, അല്ലേ? 20 seconds ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് കൺവേർട്ട് ചെയ്യുക. നമുക്കറിയാം ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 seconds ആണ്, അല്ലേ? അപ്പം 60 seconds ആണ്. അപ്പം 8 minute എന്തായിരിക്കും? 8 minute എന്ന് പറയുന്നത് 8 into 60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 480 seconds ആണ്, അല്ലേ? ഇനി അഡീഷണൽ ആയിട്ട് ഒരു 20 seconds കൂടി ഇല്ലേ ഇതിൻ്റെ കൂടെ? അപ്പം നമ്മൾ എങ്ങനെയാണ് അത് ആഡ് ചെയ്യുക? അപ്പം ടോട്ടൽ ടൈം എത്ര ഉണ്ടാവും? ടോട്ടൽ ടൈം ഈക്വൽ ടു 480 seconds പ്ലസ് 20 seconds. ഓക്കെ, 20 seconds. അപ്പോൾ എത്ര കിട്ടും? 500 seconds എന്ന് കിട്ടും. ഓക്കെ, 500 seconds. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ കാണേണ്ടത്? സ്പീഡ് ഓഫ് ലൈറ്റ് ന്യൂ യൂണിറ്റ്സിൽ പറയണം. ഓക്കെ, നെക്സ്റ്റ് അപ്പം ന്യൂ യൂണിറ്റിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 1 unit per second ആണ്. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് ഈക്വൽ ടു 1 unit per second ആണ്. ഓക്കെ, 1 unit per second ആണ്. ഇനി ഇതിനർത്ഥം എന്താണ്? ലൈറ്റ് ഒരു യൂണിറ്റ് ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുമെന്നല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, അല്ലേ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇനി നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1 unit per second ഇൻറ്റു ടൈം. ടൈം എത്രയാണ്? 500 seconds, അല്ലേ? അപ്പോൾ 500 seconds എത്രയാണ് ഉത്തരം വരിക? 500 units. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസ്റ്റൻസ് കിട്ടുക. പുതിയ യൂണിറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചത്? 500 units എന്നാണ് ഇതിൻ്റെ ഉത്തരം കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. A student measures the thickness of a human hair by looking at it through a microscope of magnification 100. He makes 20 observations and finds that the average width of the hair in the field of view of the microscope is 3.5 millimeter. What is the estimate on the thickness of hair? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സ്റ്റുഡൻറ്റ് എന്താ ചെയ്യുന്നത്? ഹ്യൂമൻ ഹെയറിൻ്റെ തിക്നെസ് നോക്കിയിട്ടുണ്ട്. എങ്ങനെയാണ്? മൈക്രോസ്കോപ്പിലൂടെയാണ് നോക്കിയിട്ടുള്ളത്. മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസ് എന്തിനാണ്? മൈന്യൂട്ടായിട്ടുള്ള ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ തിങ്സിനെ നമുക്ക് മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്, അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മൈക്രോസ്കോപ്പിൻ്റെ പവർ, മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് 100 ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ സ്റ്റുഡൻറ്റ് 20 ഒബ്സർവേഷൻസ് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് 20 ഒബ്സർവേഷൻ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കുട്ടി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 3.5 mm ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിയൽ വിഡ്ത്ത് ഓഫ് ദ ഹെയർ ആണ്. അതായത് റിയൽ തിക്നെസ് ഓഫ് ദ ഹെയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 20 ഒബ്സർവേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് എക്സാമ്പിളാണ്. സയൻറ്റിഫിക് ഒബ്സർവേഷന് ഒരു ഗുഡ് എക്സാമ്പിളായിട്ട് നമുക്കിതിനെ പറയാൻ പറ്റും. അതായത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും കിട്ടുക.
അപ്പം നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒറിജിനൽ വിഡ്ത്ത് ഓഫ് ദ ഹെയർ നമുക്ക് W ആയിട്ട് എടുക്കാം. ഓക്കെ, ഒറിജിനൽ വിഡ്ത്ത് ആണ്, ഒറിജിനൽ വിഡ്ത്ത് ഓഫ് ഹെയർ, ഒറിജിനൽ വിഡ്ത്ത് ഓഫ് ദ ഹെയർ. ഇനി ഈ മാഗ്നിഫിക്കേഷൻ, മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 100 ആണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റുഡൻറ്റ് ഒബ്സർവ് ചെയ്തിട്ട് കിട്ടിയ തിക്നെസ് എന്ന് പറയുന്നത് 3.5 mm ആണ്. ഓക്കെ, നമുക്കറിയാം വിഡ്ത്ത് ഓഫ് മാഗ്നിഫൈഡ് ഹെയർ എന്തായിരിക്കും? വിഡ്ത്ത് ഓഫ് മാഗ്നിഫൈഡ് ഹെയർ, വിഡ്ത്ത് ഓഫ് മാഗ്നിഫൈഡ് ഹെയർ എന്തായിരിക്കും? ഒറിജിനൽ വിഡ്ത്ത് ഇൻറ്റു മാഗ്നിഫൈയിങ് പവർ ആയിരിക്കും അല്ലേ. അപ്പം 3.5 ഇസ് ഈക്വൽ ടു എന്താണ്? വിഡ്ത്ത് ഇൻറ്റു 100 ആയിരിക്കും അല്ലേ. മാഗ്നിഫിക്കേഷൻ 100 ആണ്. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? 3.5 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.035 mm. ഓക്കെ, ഒറിജിനൽ വിഡ്ത്ത് കിട്ടുക 3.5 ഡിവൈഡഡ് ബൈ 100 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.035 mm ആണ് ഉത്തരം കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. The length, breadth and thickness of a rectangular sheet of metal are 4.234 meter, 1.005 meter and 2.01 centimeter respectively. Give the area and volume of the sheet to correct significant figures. ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? റെക്റ്റാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റലിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ലെങ്ത്ത് എത്രയാണ്? 4.234 മീറ്റർ. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1.005 മീറ്റർ. തിക്നെസ്സും തന്നിട്ടുണ്ട് 2.01 സെൻറ്റിമീറ്റർ ആണ്. ആദ്യം നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് എല്ലാ യൂണിറ്റ്സിനെയും സെയിം യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഇതിനെല്ലാത്തിനെയും നമുക്ക് സെയിം യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ലെങ്ത്തും ബ്രെഡ്ത്തും മീറ്ററിലാണ്, തിക്നെസ് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം സെൻറ്റിമീറ്ററിനെ നമ്മൾ എങ്ങനെയാണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക? സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റിമീറ്റർ ടു മീറ്റർ, സെൻറ്റിമീറ്റർ ടു മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 10⁻⁻² ചെയ്താൽ മതി. ഓക്കെ, അപ്പം അത് എന്താവും? മീറ്ററിലോട്ട് മാറും. അപ്പം 2.01 ഇൻറ്റു 10⁻² മീറ്റർ എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.020 മീറ്റർ അല്ലേ. ഓക്കെ, ഇപ്പം നമ്മുടെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഇത് മൂന്നും എന്താണ്? മീറ്ററിലാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ ഇസ് ഈക്വൽ ടു വിനോ റെക്റ്റാങ്കുലർ ഷീറ്റ് ആയതുകൊണ്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഫോർമുല. അപ്പം ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 4.234 ഇൻറ്റു ബ്രെഡ്ത്ത് 1.005. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4.25517 മീറ്റർ സ്ക്വയർ അല്ലേ. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി വോളിയം കണ്ടുപിടിക്കാം. ഓക്കെ, വോളിയം നമുക്കറിയാം. എങ്ങനെയാണ് വോളിയം കാണുക? ലെങ്ത് ഇൻറ്റു. നെക്സ്റ്റ് നമുക്കിനി റെക്റ്റാങ്കുലർ ഷീറ്റിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്, തിക്നെസ് T ഫോർ തിക്നെസ്. അപ്പം തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4.234 ആണ് ലെങ്ത്ത്, ഇൻറ്റു ബ്രെഡ്ത്ത് 1.005 ആണ്, ഇൻറ്റു തിക്നെസ് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 0.0201. ഓക്കെ, ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 0.085318407. വോളിയം അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ് അല്ലേ.
വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് ഏരിയയും വോളിയം കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഏരിയയും വോളിയം ഈ രണ്ട് മെഷർമെൻറ്റിൽ കറക്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് റീറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഏരിയയുടെ കേസ് നോക്കാം. ഏരിയയുടെ കേസ് നമുക്കറിയാം, ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ വി ഷുഡ് കൺസിഡർ ജസ്റ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പം ലെങ്ത്തിൽ നോക്കുക എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. 4, 2, 3, 4. അതായത് 1, 2, 3, 4 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് ലെങ്ത്തിൽ. ബ്രെഡ്ത്തിൽ നോക്കുമ്പം 1, 2, 3, 4. ബ്രെഡ്ത്തിലും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. സോ ടോട്ടലി നമ്മൾ ഏരിയയിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് റീറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കാം ഏരിയയിൽ 1, 2, 3, 4. അപ്പം ഏരിയയിൽ നമ്മൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് റീറ്റെയിൻ ചെയ്യണം? 4. അപ്പം 4.255 മീറ്റർ സ്ക്വയർ എന്നാണ് കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി വോളിയത്തിൻ്റെ കേസ് ശ്രദ്ധിക്കുക. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് അല്ലേ. അപ്പം ഇവിടെ ലെങ്ത്തിൽ നോക്കുക 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ബ്രെഡ്ത്തിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഗെയിൻ. തിക്നെസ്സിൽ നോക്കുമ്പം 1, 2, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ തിക്നെസ്സിൽ. അപ്പം നമ്മുടെ വോളിയത്തിൻ്റെ കേസിൽ നമ്മൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെയാണ് റീറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ വോളിയത്തിൻ്റെ കേസിൽ നമ്മൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് റീറ്റെയിൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ വോളിയം എന്തായിരിക്കും? 0.0853. അപ്പം ഇതിൽ എത്രയാണ്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെയാണ് നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ.